നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാട്ടിലുണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ സമീപനം വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് മന്നത്താചാര്യന്റെ NSS അന്ന് ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ വലിപ്പത്തിന്റെ ഒന്ന് മാത്രം കൊണ്ടാണ് നമുക്ക് ആ ഇമേജ് നമുക്ക് മറ്റുള്ള സമുദായങ്ങളുടെ ഒരു നായരി എന്ന് പറഞ്ഞ് നമ്മളെ വളരെയേറെ നമ്മുടെ മുഖത്ത് നോക്കി നായരി എന്ന് പറയാൻ അർഹതപ്പെട്ട ഒരു സമുദായം കേരളത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ്. ഒന്നാം വാർഷികം ഒന്നല്ല 70-ാം വാർഷികമാണിന്ന്. 1950 രൂപീകരിച്ച കലയോഗമാണ് എലപ്പുള്ളി NSS കലയോഗം. ഏതാണ്ട് പാലക്കാട് താലൂക്ക് യൂണിയനേക്കാൾ താലൂക്ക് യൂണിയന് മുമ്പായി അല്ലെങ്കിൽ താലൂക്ക് യൂണിയൻ രൂപീകരിച്ച കാലഘട്ടത്തിൽ വേറെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയോ പ്രസിഡന്റോ വന്ന് രൂപീകരിച്ച കലയോഗമല്ല. യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ വന്ന് രൂപീകരണം നടത്തിയ കലയോഗമാണ് എലപ്പുള്ളി NSS കലയോഗം. ഒൽപ്പുള്ളി അടക്കമുള്ള അതുപോലെ കടത്തേത്തറ അങ്ങനെയുള്ള കുറെ കലയോഗങ്ങൾ പാലക്കാട് ഭാഗത്ത് കലയോഗ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് പാലക്കാട് താലൂക്കിന്റെ ചുമതലയുണ്ടായിരുന്ന ബാലകൃഷ്ണ മേനോന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തിയപ്പോൾ ആ സമയത്ത് മന്നത്ത് പത്മനാഭൻ വന്ന് ഈ പ്രദേശങ്ങളിൽ ഒരു കലകളിൽ വന്ന് ആ കലയിലെ 10-20 പേരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കുറെ കലയോഗങ്ങൾ രൂപീകരിച്ചു. അതിൽപ്പെട്ട ഒരു കലയോഗമാണ് എലപ്പുള്ളി കലയോഗം. എലപ്പുള്ളി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. എലപ്പുള്ളി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി അധ്യക്ഷനായി. മരണപ്പെട്ട കരയോഗം അംഗങ്ങളായ മേജർ ജനറൽ രാജമ്മാൾ, പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്കും വീരമൃത്യു വരിച്ച സൈനികർക്കും യോഗം അനുശോചനമർപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ അംഗങ്ങളായ മോഹൻദാസ് പാലാട്ട്, P. സന്തോഷ് കുമാർ, ഇൻസ്പെക്ടർ അശോക് കുമാർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ കൂട്ടാല, ചടയൻകാലായി കരയോഗം സെക്രട്ടറി സതീഷ് മേനോൻ, എലപ്പള്ളി കരയോഗം അംഗവും പ്രിവൻഷ്യ ഗ്രൂപ്പ് ചെയർമാനുമായ AS ഹരീഷ്, SPT മുൻ ജനറൽ മാനേജർ JPN തമ്പി, കരയോഗം അംഗം ജ്യോതി നാരായണൻ, സ്നേഹതീരം പാലിയേറ്റീവ് കെയർ കൺവീനർ ജോജി തകിടിയിൽ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം വരിച്ച കരയോഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി അനുമോദിച്ചു. കരയോഗത്തിലെ വന്യവയോധികയായ പാറുകുട്ടിയമ്മയെ ആദരിച്ചു. കരയോഗം സെക്രട്ടറി രഘുരാമൻ 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് വസുധ വനിതാ സമാജ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കേശവദാസ് സ്വാഗതവും വനിതാ സമാജം സെക്രട്ടറി സുലേഖ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.